അപ്പോൾ നമ്മളിന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റാണ്. ഇപ്പോൾ ഇൻ്റർനെറ്റിനെ പറ്റി ഞാൻ കൂടുതൽ ആരോടും പറഞ്ഞതിന് ആവശ്യമില്ല. കാരണം ഈ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് ഇല്ലാതെ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ശരിക്കും ഈ ഇൻ്റർനെറ്റ് ആദ്യമായിട്ട് തുടങ്ങുന്നതിൻ്റെ പ്രാരംഭഘട്ടം എന്ന് പറയുന്നത് 1960, 1980 കാലഘട്ടത്തിലാണ് ശരിക്കും ഈ ഇൻ്റർനെറ്റ് ഉണ്ടാകുന്നത്. അത് അമേരിക്കൻ സൈനികർക്ക് അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സന്ദേശങ്ങൾ അയക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഇൻ്റർനെറ്റ് ഉണ്ടാകുന്നത്. അതിൽ ഫസ്റ്റ് പോലെ അയക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ലോ ആണ്. ലോ അല്ല, മീൻസ് ലോഗിങ് എന്നുള്ളതിൽ ലോയെ പോയിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഇൻ്റർനെറ്റ് അന്നേരത്തെ കണക്ഷൻ പ്രോബ്ലം കാരണം പോയിട്ടില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് രണ്ടാമത് ഇൻ്റർനെറ്റ് ശരിക്കും രൂപം കൊള്ളുന്നത് എന്ന് പറയുന്നത് 1980, 1990 കാലഘട്ടത്തിലാണ് പിന്നെ ഇൻ്റർനെറ്റ് ശരിക്കും രൂപം കൊള്ളുന്നത്. ഈ ഇൻ്റർനെറ്റിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലാണ്. പിന്നെ ഇൻ്റർനെറ്റ് ശരിക്കും ജനങ്ങളിലേക്ക് എത്തുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1990, 2000 ആ ഒരു കാലഘട്ടത്തിലാണ് ശരിക്കും ജനങ്ങളിലേക്ക് ഇൻ്റർനെറ്റ് എന്താകുന്നത് കൂടുതൽ പരിചിതമാകുന്നത്. ആ സമയത്തായിരുന്നു ഈ 2004, 2005 കാലഘട്ടത്തിലൊക്കെയാണ് ഈ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ് പോലത്തെ കാര്യങ്ങൾ വരുന്നതും കൂടുതൽ ഇൻ്റർനെറ്റ് ആളുകൾ യൂസ് ചെയ്യാൻ തുടങ്ങിയതും. പിന്നെ ആ സമയത്ത് ഇൻ്റർനെറ്റ് ആളുകൾക്ക് കൂടുതൽ പരിചിതമായി. പിന്നെ കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 2010 ആണ് ആധുനിക വെച്ചാൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻ്റർനെറ്റിൻ്റെ ഒരു രൂപം ഉണ്ടായി വരുന്നത് 2010 കാലഘട്ടത്തിലാണ്. ആ സമയത്താണ് കൂടുതൽ ഡാറ്റകളും AI വരാൻ തുടങ്ങിയതും പിന്നെ കൂടുതൽ ഇൻ്റർനെറ്റിൻ്റെ സ്വാധീനങ്ങളെ പറ്റി അറിയാൻ കഴിഞ്ഞത് 2010 കാലഘട്ടത്തിലാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നുള്ളത് പിന്നെ 2020 കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഭാവിയാണ്. പിന്നെ വെച്ചാൽ എന്താണ് ഇൻ്റർനെറ്റിന്, എങ്ങനെയാണ് ഇൻ്റർനെറ്റിനെ കൊണ്ട് ഉണ്ടാവുക എന്ന ദോഷങ്ങൾ ഇൻ്റർനെറ്റിൻ്റെ നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് ഇൻ്റർനെറ്റ് ഫോണ് മാത്രം പോരാ. ഒരു ഫോണ് കയ്യിലുണ്ടായാൽ അല്ലെങ്കിൽ ഒരു ആപ്പ് കയ്യിലുണ്ടായാലും കാര്യമില്ല, ഇൻ്റർനെറ്റും കൂടി ഉണ്ടെങ്കിൽ അതിന് പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ ഈ ഇൻ്റർനെറ്റിൻ്റെ ഹൈ സ്പീഡുകൾ കൂടുന്നതനുസരിച്ച് 4G, 3G, 2G, 5Gയിലേക്ക് വരുമ്പോൾ നെറ്റ്വർക്ക് സ്പീഡിന് വരുന്നതനുസരിച്ച് റേഡിയേഷൻ്റെ പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ റേഡിയേഷൻ വരുമ്പോൾ ഈ മരങ്ങൾക്ക്, മൃഗങ്ങൾക്ക്, ഇപ്പോൾ ഹ്യൂമൻസിന് തന്നെ അധികവും അത് എഫക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതാണ് ശരിക്കും എന്താണ് ഈ ഇൻ്റർനെറ്റിൻ്റെ ഒരു ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ എടുക്കാൻ പോകുന്നത് ഓൺലൈൻ മീഡിയ ഫോർമാറ്റ്സ് ആണ്. ഓൺലൈൻ മീഡിയ ഫോർമാറ്റ്സിൽ ഒന്നാമത്തേതായിട്ട് വരുന്നത് ബ്ലോഗ്സ് ആണ്. ബ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ബ്ലോഗ്സും ഉണ്ടാവും, പ്രൊഫഷണൽ ബ്ലോഗ്സും ഉണ്ടാവും. ആളുകളുടെ ഒപ്പീനിയൻസ് ഈ ബ്ലോഗ്സിലൂടെയാണ് ഓഡിയൻസിലേക്ക് എത്തിക്കുന്നത്. ഇത് ഇൻ്റർനെറ്റ് വഴിയാണ് ഈ ബ്ലോഗ്സ് നമുക്ക് ലഭിക്കുക. രണ്ടാമത്തെ ഫോർമാറ്റാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത്. സോഷ്യൽ മീഡിയാസ് യൂട്യൂബ്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഇങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയാസ് അവൈലബിൾ ആണ്. അടുത്ത ഫോർമാറ്റാണ് ഓഡിയോ ഫോർമാറ്റ് എന്നുള്ളത്. പോഡ്കാസ്റ്റ്, ഓൺലൈൻ റേഡിയോസ്, ഓഡിയോ ബുക്സ് എന്നിവയാണ് ഓഡിയോ ഫോർമാറ്റ്സിൽ വരുന്നത്. വീഡിയോ ഫോർമാറ്റ്സിൽ വരുന്നതാണ് സോഷ്യൽ മീഡിയാസ്, അതായത് യൂട്യൂബ്സ്, വ്ളോഗ്സ്, ലൈവ് സ്ട്രീമിംഗ്, വെബിനാർസ്. താങ്ക് യു. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ഏർലിയർ ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ലെഡ് ടു ദ ഇൻവെൻഷൻ ഓഫ് ഇൻ്റർനെറ്റ് എന്നൊരു ടോപ്പിക്കാണ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് മെസ്സേജസ് ആൻഡ് പോസ്റ്റൽ സിസ്റ്റംസ്. പിന്നെ വരുന്നതാണ് ടെലിഫോണ്, റേഡിയോ കമ്മ്യൂണിക്കേഷൻ, TV, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. താങ്ക് യു. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അഡ്വാൻറ്റേജ് ഓഫ് ഇൻ്റർനെറ്റ് ആണ്. അതിൽ 5 എണ്ണമാണ് പറയുന്നത്. അതായത് മൾട്ടിമീഡിയ കണ്ടന്റ്, ഇൻസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഓർ കണക്ഷൻ, കോസ്റ്റ് എഫക്റ്റീവ്, വൈഡ് റീച്ച്. ഇതിൽ ആദ്യം പറയാൻ പോകുന്നത് മൾട്ടിമീഡിയ കണ്ടന്റ് ആണ്. മൾട്ടിമീഡിയ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. അതായത് ഒരാൾക്ക് അയാൾ എത്രത്തോളം മീഡിയയുമായി എൻകറേജ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ അത്തരം കണ്ടന്റുകൾക്കാണ് മൾട്ടിമീഡിയ കണ്ടന്റ് എന്ന് പറയുന്നത്. അതായത് ഒരാളെ മാക്സിമം ഒരു വിഷയത്തിലേക്ക് ഇപ്പം അയാൾക്ക് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വീഡിയോ കാണുക അല്ലെങ്കിൽ ഒരു ഇമേജ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആൾക്കാർക്ക് കാണാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അങ്ങനത്തെ കണ്ടന്റുകൾ പുറത്തിറക്കുന്നതാണ് മൾട്ടിമീഡിയ കണ്ടന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പം അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിൽ
ഓഡിയോ, ഇമേജുകൾ, വീഡിയോ, ആനിമേഷൻ, അതേപോലെ പോഡ്കാസ്റ്റുകൾ, ഇൻഫോഗ്രാഫിക്സ്, വെബ്സൈറ്റുകൾ എന്നിവയ്ക്ക് ഇതിന് ഉദാഹരണമാണ്. അപ്പം നമുക്ക് സിമ്പിളായിട്ട് തിങ്ക് ചെയ്താൽ മനസ്സിലാവും. ഇതൊക്കെ ആൾക്കാർ കൂടുതലായിട്ട് കാണുന്നതും നോക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. ഈ പോഡ്കാസ്റ്റൊക്കെ ആണെങ്കിൽ ഒരു ലൈവല്ല, പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ കുറേ നേരത്തെ ഒരു പ്രോഗ്രാമാണ്. ഒരു മണിക്കൂർ, 1.5 മണിക്കൂർ. ഇതൊക്കെ ആൾക്കാർ കാണുന്നൊരു, അതായത് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ആക്കൂല. അങ്ങനത്തെ കണ്ടന്റുകളാണ് മൾട്ടിമീഡിയ കണ്ടന്റിൽ ഉപയോഗിക്കുന്നത്. സിമ്പിളാണ്, ആൾക്കാർക്ക് വേണ്ട കണ്ടന്റ്, അതായത് വളരെ എളുപ്പത്തിൽ. ഇപ്പം എക്സാമ്പിൾ ആണെങ്കിൽ എനിക്ക് വേണ്ടൊരു കണ്ടന്റ് ഇപ്പോൾ സെർച്ച് ചെയ്താൽ കിട്ടൂല. അതേപോലത്തെ കണ്ടന്റുകൾക്കാണ് മൾട്ടിമീഡിയ കണ്ടന്റ്. ഇതിൽ ആൾക്കാർക്ക് വേണ്ട എല്ലാ കണ്ടന്റുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പം അടുത്ത രണ്ടാമത്തെ പോയിന്റായ ഇൻസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ. ഇൻസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ലൈവ്, അതാണ് ഇൻസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് തത്സമയം സംപ്രേക്ഷണം ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ. അത് സിമ്പിളാണ്. നമുക്കിപ്പം തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ന്യൂസ്, അതേപോലെ വാട്സപ്പ് ചാറ്റ്, വീഡിയോ കോൺഫറൻസ്, അതേപോലെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ലൈവുകൾ, ഗീവ് അവേ വിന്നേഴ്സൊക്കെ ലൈവ്, അത്തരം തത്സമയം സംപ്രേക്ഷണം ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ഇൻസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് ഇൻസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ ആഗോള കണക്ടിവിറ്റിയും വേഗത്തിലുള്ള വിവര പങ്കിടലും സാധ്യമാകുന്നുണ്ട്. അത് സിമ്പിളാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യം ഞാൻ ലൈവ് ഇടാണെങ്കിൽ നിങ്ങൾക്കത് വേഗം അവിടെ കുറച്ച് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഇവിടെ എന്താ നടക്കുന്നത് നമുക്ക് മനസ്സിലാവും. അതേപോലെ ഇതിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യാനും, അതേപോലെ നമുക്ക് എന്താണ് നമുക്ക് തോന്നുന്നത് ആ കാര്യം പറയാനുള്ള ഓപ്ഷൻ കൂടി ഈ ഇൻസ്റ്റന്റ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നുണ്ട്. സിമ്പിളാണ്. തത്സമയം സംപ്രേക്ഷണം ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് അതിനോട് പ്രതികരിക്കാനും അനുകൂലിക്കാനും പറ്റും. അതേപോലെ തന്നെ അവിടെ എന്താണോ നടക്കുന്നതെന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതാണ് ഇൻസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പം അടുത്ത കണ്ടന്റ് പറഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവാണ്. അതായത് നമുക്ക് ഇൻ്റർനെറ്റിന് അധികം കോസ്റ്റിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അതായത് വളരെ കോസ്റ്റ് കുറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ് ഇൻ്റർനെറ്റ്. നമ്മളെ ബിസിനസ് വളർത്താനും മറ്റ് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനൊക്കെ കൂടുതൽ, അല്ലെങ്കിൽ ആളുകളിലേക്ക് നമുക്ക് കൂടുതൽ എത്താൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻ്റർനെറ്റ്. അപ്പോൾ ഇത് വളരെയധികം കോസ്റ്റ് എഫക്റ്റീവാണ്. ചെലവ് കുറയ്ക്കുന്നതിനോടൊപ്പം പരമാവധി മൂല്യമോ നേട്ടമോ കൈവരിക്കുന്നതിനാണ് കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുന്നത്. കാര്യക്ഷമമായ പരിഹാരങ്ങൾ കണ്ടെത്തുക, മാലിന്യം കുറയ്ക്കുക, അമിതമായി ചെലവഴിക്കാതെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വിഭവങ്ങൾ കണ്ടെത്തുക. അതായത് ബാക്കിയുള്ള വെച്ചാൽ ഒരുപാട് കോസ്റ്റ് കൊടുത്താലാണ് നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. ഇതിന് ചെറിയ കോസ്റ്റിന് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അതാണ് പറയുന്നത്. ചെലവ് കുറച്ചുകൊണ്ട് പരമാവധി മൂല്യങ്ങൾ കൈവരിക്കുന്നതിനാണ് കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് വൈഡ് റീച്ച്. വൈഡ് റീച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻ്റർനെറ്റ് കൊണ്ട് മാക്സിമം, അതായത് ഏത് അറ്റം വരെ എത്താൻ പറ്റുമോ അതാണ് വൈഡ് റീച്ച്. നമ്മളൊരു കണ്ടന്റ് എവിടം വരെ വേണമെങ്കിലും നമുക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും ഇതിലൂടെ. ഇപ്പം പറയുകയാണെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, സോഷ്യൽ മീഡിയ, ഓൺലൈൻ ചാനലുകൾ എന്നിവയിലൂടെ വലിയതും വൈവിധ്യപൂർണമായ പ്രേക്ഷകർക്ക് വിവരങ്ങൾ ആക്സസ് ചെയ്യാനും ആശയവിനിമയം നടത്താനും ചെയ്യുന്ന കഴിവിനാണ് വൈഡ് റീച്ച് എന്ന് പറയുന്നത്. ഇതിൽ ആഗോള കണക്ടിവിറ്റി വർദ്ധിപ്പിച്ച ഭൂരിപക്ഷിത ഭൂമിശാസ്ത്രവും സാംസ്കാരികമായ അതിരുകൾ മറികടക്കുകയും വിശാലമായ സ്വാധീനം പ്രാപ്തമായിരുന്നു. ഇത് ഞാൻ പറയുന്നത്, അതായത് ഏതാൾക്കാർക്കും കോസ്റ്റ് എഫക്റ്റീവായിട്ട് മാസ് ഓഫ് പീപ്പിൾസിലേക്കാണ് നമ്മൾ കണ്ടന്റ് എത്തിക്കുന്നത്. അതായത് വൈഡ് റീച്ചാണ്. ഒരു ബഹുഭൂരിപക്ഷം, അല്ലെങ്കിൽ ഇതിൻ്റെ ഏത് അറ്റം വരെ എത്താൻ പറ്റുമോ അത്രത്തോളം കാര്യങ്ങൾ, അതായത് വെറൈറ്റി ആയിട്ടുള്ള പുതിയ കണ്ടന്റുകൾ കൊണ്ട് നമുക്ക് ആളുകളിലേക്ക് നമ്മുടെ കണ്ടന്റുകൾ എത്തിക്കുന്നതിനാണ്. അതായത് എത്രയോ ദൂരത്തിലേക്ക് നമ്മുടെ കണ്ടന്റുകൾ, അല്ലെങ്കിൽ എല്ലാവരിലേക്കും നമ്മുടെ കണ്ടന്റ് എത്തിക്കുന്നതിനാണ് വൈഡ് റീച്ച് എന്ന് പറയുന്നത്. ഇതാണ് അഡ്വാൻറ്റേജ് ഓഫ് ഇൻ്റർനെറ്റ് പറയുന്നത്. ഒന്നുകൂടി പറയാം.
മൾട്ടിമീഡിയ കണ്ടന്റ്, ഇൻസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കണക്ഷൻ, കോസ്റ്റ് എഫക്റ്റീവ്, വൈഡ് റീച്ച്. ഈ 5 മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. താങ്ക് യു.